Hello friends, welcome to Resolute Academy. In this video, the Hindu newspaper the top 5 vocabs are discussing about. So without wasting any time, let's go ahead and start with the video. Please make sure this video അവസാനം വരെ കാണുക. കാരണം ഈ വീഡിയോയുടെ ബേസിൽ ഞാൻ കുറച്ച് ക്വിസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ വേർഡ്സ് ഇല്ല അതിന്റെ ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് ടെലഗ്രാമിന്റെ ലിങ്ക് ആയിരിക്കും. ടെലഗ്രാം ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ചെയ്ത് അതും യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് thaw ആണ്. Thaw, what does it mean? See, thaw literally ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈ ഫ്രോസൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം അത് വീണ്ടും അലിഞ്ഞ് ലിക്വിഡ് ആവുന്നതിനാണ് thaw എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ലിറ്ററൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സെൻസ്. എന്നാൽ അതിന്റെ മെറ്റഫോറിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രശ്നം കുറഞ്ഞു വരികയാണെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് സിംപ്ലിഫൈ ആയി വരികയാണെങ്കിൽ അതിനെയും thaw എന്ന് പറയും. നമ്മളൊരു ഫ്രീസ് ആയ സാധനം ലിക്വിഡ് ആവുന്നു, അതേപോലെ തന്നെ ഒരാളുടെ ദേഷ്യം അല്ലെങ്കിൽ ഒരാളുടെ വിഷമം അത് കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെ നമ്മൾ thaw എന്ന് പറയും. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾനെസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയാൽ അതിനെ thaw ഇൻ ദ റിലേഷൻഷിപ്പ് എന്ന് പറയും. ഡു യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്? ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ് സ്പ്രിംഗ്, ഇത് നമ്മുടെ ടെക്നിക്കൽ സെൻസിലുള്ള എക്സാമ്പിൾ ആണ് എഴുതിയിട്ടുള്ളത്. ആസ് സ്പ്രിങ്സ് അപ്രോച്ച് ദ വിന്റർ ഐസ് ബിഗാൻ ടു thaw റിവീലിംഗ് ദ ഗ്രീൻ ഐസ് അണ്ടർനീത്ത്. അപ്പൊ സ്പ്രിങ്സ് വന്നപ്പോഴത്തേക്കും എന്താണ് സ്പ്രിംഗ് സീസൺ, ഓക്കെ, വിന്റർ സീസണിന് ശേഷം വരുന്ന സീസൺ അത് വന്നപ്പോഴത്തേക്കും കുറച്ച് ചൂട് വന്നപ്പോൾ എന്തായി, ഫ്രീസ് ഐസ് മെൽറ്റ് ആയിട്ട് അതിൻ്റെ അണ്ടിലുണ്ടായിരുന്ന ഗ്രീൻ ഗ്രാസ് പുറത്ത് കാണാൻ പറ്റി. ഇതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത് മെൽറ്റ്, അതുപോലെ ഡീഫ്രോസ്റ്റ്. ആ ഫ്രീസിങ് സാധനം മെൽറ്റ് ആയി വരുന്നത്, അതെന്നിട്ട് ഡീഫ്രോസ്റ്റ് ആവുന്നത്, ഐസ് ഇല്ലാതാവുന്നത്. പിന്നെ ആന്റോണിംസ് ഡെഫിനറ്റ്ലി ഫ്രീസ് ആവുന്നത്, സോളിഡിഫൈ ആവുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബ്രാൻഡിഷിങ്. ബ്രാൻഡിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ വെച്ചിട്ട് നമ്മളത് ഷോ ഓഫ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് കൈ പറ്റിയിട്ട് നമ്മളത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണ്. അതിനെയാണ് ബ്രാൻഡിഷിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു തോക്ക് കയ്യിൽ എടുത്തിട്ട് നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ബ്രാൻഡിഷിംഗ്. ദാറ്റ് ഈസ് യു ആർ വീൽഡിംഗ് സംതിങ് ആൻഡ് യു ആർ ത്രെറ്റനിങ് സംവൺ. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ബ്രാൻഡിഷിംഗ്. ഇസ് മൈ പോയിന്റ് ക്ലിയർ? അതല്ലെങ്കിൽ വെറുതെ നമ്മളിപ്പോൾ കൊടിയൊക്കെ പിടിച്ച് നമ്മളൊരു ഇതിനെ ഷോ കാണിക്കുന്നില്ലേ, അതിനെയാണ് ബ്രാൻഡിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഹിയർ. The suspect was arrested for brandishing a weapon in public place. അപ്പോൾ ഈ സസ്പെക്ടിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഇയാൾ പബ്ലിക് പ്ലേസിൽ ഒരു വെപ്പൺ എടുത്ത് എല്ലാവരും മുമ്പ് ഇത് കാണിക്കുകയായിരുന്നു, ത്രെറ്റൻ ചെയ്യായിരുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ബ്രാൻഡിഷിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്. ഇവിടെ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽഡ് ചെയ്യുക അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യുക. ഓക്കെ, വീൽഡ് ചെയ്യുക അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യുക. വീൽഡ്, നിങ്ങൾ തോറിന്റെ മൂവീസ് കണ്ടിട്ടുണ്ടാവും. അയാളിൽ ഒരു വെപ്പൺ ഉണ്ട്, മ്യോർനീർ എന്ന് പറഞ്ഞിട്ട്. ആ വെപ്പൺ അയാൾ വീൽഡ് ചെയ്യുന്നതാണ്, അയാൾ കൈപ്പറ്റുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ബ്രാൻഡിഷിംഗ് ഹിയർ. എന്നിട്ട് അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത് കൺസീൽ ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക എന്നാണ്. ഐ ഹോപ്പ് ദിസ് വേർഡ് ഇസ് ഓൾസോ ക്ലിയർ ടു ഓൾ ഓഫ് യു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഇറോണിയസ്ലി. ഇറോണിയസ്ലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴോ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ വരുന്ന ഒരു കാര്യത്തിനാണ് ഇറോണിയസ് എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമാവാം, അല്ലെങ്കിൽ ഒരു എറർ കാരണമാവാം. ആ ഒരു ക്ലാരിറ്റി, ഇപ്പം നമ്മളൊരു കാര്യം അവതരിപ്പിച്ചു, അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ചിലപ്പം ഇയാൾ പറഞ്ഞ കാര്യം അയാൾക്ക് കൺവേ ആയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെയും അത് ക്ലാരിറ്റി കിട്ടാതെ വരാം. അതിനെയാണ് ഇറോണിയസ് എന്ന് പറയുന്നത്. ഇനി ചിലരുടെ ബിഹേവിയറിന് ഇറോണിയസ് ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ അയാൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് മുമ്പുള്ള ആൾക്ക് ക്ലാരിറ്റി കിട്ടില്ല, അതാണ് ഇറോണിയസ് എന്ന് പറയുന്നത്. ഗെറ്റിംഗ് മൈ പോയിന്റ്? നോട്ട് ഹാവിംഗ് എനി ക്ലാരിറ്റി ഓൺ വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയർ ഓർ what is actually the person trying to convey. That is what we mean by erroneous. Okay, so let's see the usage here. The report was published with erroneously calculated statistics leading to confusion among readers. അപ്പോൾ ഈ റിപ്പോർട്ട് വളരെ ഇറോണിയസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, കാൽക്കുലേഷനോട് ഉണ്ടാക്കിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഞാൻ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാൽക്കുലേഷൻസോട് ഉണ്ടാക്കിയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിന്റെ കാരണം എന്തായി, റീഡേഴ്സിന് ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. അതാണ് ഇറോണിയസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്കിതിൽ സിനോണിംസ് പറയുകയാണെങ്കിൽ ഇൻകറക്ട്ലി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാര്യം ഇൻകറക്ട്ലിയോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനോ കാരണം മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഒരാൾക്ക് ക്ലാരിറ്റി കിട്ടാതെ വരുമ്പോഴാണ് ഇറോണിയസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഅക്യൂറേറ്റ്ലി, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, അക്യൂറേറ്റ്ലിയും കറക്റ്റ്ലിയും. I hope this is clear. Okay, so let's see the next word. Next word എന്ന് പറയുന്നത് cessation. Cessation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what do you mean by cessation? It is the end of something. ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ അവസാനം ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് പറയും, cessation എന്ന് പറയും. അതിപ്പോൾ ഒരു വർക്ക് ആവാം, ഒരു അഗ്രിമെന്റ് ആവാം, ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവാം. അതിന്റെ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ we will call it as cessation. Okay, so basically it refers to an act of coming to a stop, discontinuing or ending something. The rain came to a sudden cessation, allowing the sun to emerge. അപ്പോൾ റെയിൻ എന്താണ്, പെട്ടെന്ന് അങ്ങ് നിന്നു, അതിന്റെ കാരണം സൺ എന്തായി, എമർജ് ആയി. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ cessation in this particular case.
അപ്പോൾ ഇവിടെ സിനോണിംസ് എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേഷൻ. ഞാൻ പറഞ്ഞത് എൻഡ് ആവുന്നതിനാണ് ടെർമിനേഷനും. നമ്മളൊരു ജോബ് ടെർമിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അയാളെ ജോബ് എൻഡ് ചെയ്യാണ്. ഓക്കെ, ഹോൾട്ടിങ്, സഡൻലി നിർത്തുക, അത് തന്നെയാണ് സിസേഷൻ. ഇനി അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂഷൻ. നമ്മൾ നിർത്തുന്നതിന് പകരം അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താവും? കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, പെർപെച്യുവേഷൻ, അത് തന്നെ തുടർന്ന് പോവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ സിസേഷൻ ഹിയർ. ലെറ്റ്സ് സീ നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് വേർഡ് പ്ലോസിബിൾ. നമ്മൾ പലപ്പോഴും ഈ ഏതെങ്കിലും കേസ് ഇൻവെസ്റ്റിഗേഷൻ അതിലൊക്കെ ദ പോലീസ് ഹാസ് ഗോട്ട് എ പ്ലോസിബിൾ എവിഡൻസ് എന്ന് പറയും. പ്ലോസിബിൾ എവിഡൻസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന എവിഡൻസ്, അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ്, അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, പ്ലോസിബിൾ മീൻസ് സംതിങ് വിച്ച് ഇസ് ട്രസ്റ്റ് വർതി ഓർ ക്രെഡിബിൾ. ഓക്കെ, സോ അത് എവിഡൻസ് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, എന്തും ആവാം. ക്ലിയർ? സോ ലെറ്റ്സ് സീ. ദ വിറ്റ്നസ് പ്രൊവൈഡഡ് എ പ്ലോസിബിൾ എക്സ്പ്ലനേഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ്. ആ വിറ്റ്നസ് എന്ത് ചെയ്ത് ആ ഇവന്റ്സിന്റെ സീക്വൻസ് നടന്നതിനൊരു വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. ഓക്കെ, ദ എക്സ്പ്ലനേഷൻ വാസ് ബിലീവബിൾ ഓർ ഇറ്റ് വാസ് പ്ലോസിബിൾ ഓർ ഇറ്റ് വാസ് basically what we mean by credible. Okay, so അതിന്റെ സിനോണിം കൃത്യമായിട്ട് അത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ബിലീവബിളും ക്രെഡിബിളും. ഓക്കെ, ക്രെഡിബിൾ ആൻഡ് ബിലീവബിൾ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താവും? അൺബിലീവബിൾ, നോട്ട് ക്രെഡിബിൾ ഓർ ഇംപ്ലോസിബിൾ. Is my point clear? So this is what we mean by plausible. Let's see the next word now. Okay, so ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഓൾ ദ വേർഡ്സ്. പ്ലീസ് മേക്ക് ഷുവർ ഈ വേർഡ്സിന്റെ നോട്ട്സ് ഉണ്ടാക്കി പോവുക. നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് നോട്ട്സ് ഇടുന്നുണ്ടാവും. പക്ഷേ ടെസ്റ്റ് എഴുതാൻ മറക്കണ്ട. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു. പ്ലീസ് മേക്ക് ഷുവർ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ തോന്നുന്നുണ്ട്, എന്തൊക്കെ മാറ്റം വരണം, ആൻഡ് help me out with that. Thank you all of you. Have a great day. Bye bye.